പാതിര പാതിയാവാൻ രാമായണം എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതായത് പാതിര പാതിയാവാൻ രാമായണം എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. അതായത് പാതിര എന്നുള്ള വാക്ക് പാതി എന്ന വാക്കാവാൻ രാ എന്നക്ഷരം മായണം. അതായത് പാതിര പാതിയാവാൻ രാമായണം. പാതിര എന്നുള്ള വാക്ക് പാതി എന്നുള്ള വാക്കാവാൻ രാ എന്നക്ഷരം മായണം. അതാണ് പാതിര പാതിയാവാൻ രാമായണം. പാതിര എന്നുള്ള വാക്ക് പാതി എന്ന വാക്കാവാൻ രാമായണം. പാതിര പാതിയാവാൻ രാമായണം. ഒരു നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചാട്ടം ഏത് എന്നുള്ളതാണ്. ഒരു നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചാട്ടം ഏതാണ്? ഈ ചാട്ടം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള, നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചാട്ടമാണ്. ഉത്തരം മറ്റൊന്നുമല്ല, നിറം വെള്ളയാണ്. വെള്ളച്ചാട്ടം അല്ലേ? വെള്ളച്ചാട്ടം കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എത്രയോ ഹൈറ്റ് എന്ന് വലിയ മലമുകളിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല പല വെള്ളച്ചാട്ടം നമ്മൾ കാണാറുണ്ട്. ഇപ്പം വെള്ള എന്ന് പറയുന്ന ഒരു നിറമാണ്. അതിൻ്റെ കൂടെ ചാട്ടം കൂടി ചേർത്താൽ വെള്ളച്ചാട്ടം. കേരളമല്ലെങ്കിലും കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ മലയാളികളാണുള്ളത്. എങ്കിൽ ഏതാണ് ആ സ്ഥലം എന്നാണ്. അതായത് മലയാള നാടല്ലെങ്കിലും കേരളമല്ലെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലം ഏത് എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ അയച്ച വ്യക്തിയെ കണ്ടല്ലോ. അതായത് ഉത്തരം ഇതാണ്, മാഹിയാണ്. പോണ്ടിച്ചേരി അഥവാ മാഹി എന്ന് പറയുന്ന സ്ഥലമാണ്. മാഹി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിൽ നടുക്കുള്ളൊരു സ്ഥലമാണ്. നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, അതായത് നമ്മൾ കണ്ണൂർ കഴിഞ്ഞിട്ട് നമ്മൾ തലശ്ശേരി കഴിഞ്ഞ് വടകരയിലേക്ക് പോകുന്നതിന് മുന്നെയാണ് മാഹി എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. പക്ഷേ അത് മാഹി എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലല്ല, മറ്റ് സംസ്ഥാനത്തിലാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് മലയാളികളാണ്. അപ്പം കേരളത്തിലല്ലെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളിയുള്ള സ്ഥലം മാഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അച്ഛന് ഇതൊരു തൊഴിലാണ്, മകന് ഇതൊരു സ്റ്റൈലാണ്. എന്താണ്? അച്ഛന് തൊഴിലാണ്, മകന് സ്റ്റൈലാണ്. എന്തെന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം ചെത്താണ്. ചെത്ത് അതല്ലേ? ഈ ചെത്ത് കല്ല് ചെത്തായി കഴിഞ്ഞാലും കള്ള് ചെത്തായി കഴിഞ്ഞാലും ഈ ചെത്ത് എന്നുള്ളത് പല ആൾക്കാരും ചെയ്യുന്ന ജോലിയാണ്. പക്ഷേങ്കിൽ മകൻ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെൺകുട്ടിയുടെ പിന്നെ ചെത്ത് സ്റ്റൈൽ അങ്ങോട്ട് പോകും അല്ലേ? ചെത്ത് സ്റ്റൈൽ എന്ന് പറയും. ചെത്ത് എന്ന് പറയുന്ന ജോലിയാണ്, പല ആൾക്കാരും ചെയ്യുന്ന തൊഴിലാണ്. പക്ഷേ ചെത്ത് സ്റ്റൈലിൽ ജനങ്ങളുടെ ഇടയ്ക്ക് പോകുക എന്ന് പറയുന്നത് ന്യൂ ജനറേഷനിലേക്ക് ഒരു സ്റ്റൈലാണ്. ഉത്തരം ചെത്താണ്. അച്ഛന് തൊഴിലാണ്, മകന് സ്റ്റൈലാണ്. ഉത്തരം ചെത്ത് ചെത്ത് ചെത്ത്. ഓക്കെ. ആർക്ക് വേണമെങ്കിലും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ നമുക്ക് സ്വയം ഇരിക്കാൻ പറ്റാത്ത എവിടെയാണ്? അതായത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, പക്ഷേ മറ്റുള്ളവർക്ക് ഇരിക്കാം. അതെവിടെയാണെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതെവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരതാണ് നമ്മുടെ മടിത്തട്ടാണ്. നമ്മുടെ മടിത്തട്ടിൽ വേണമെങ്കിൽ നമുക്ക് ആർക്കും വന്നിരിക്കാം. പക്ഷേ നമ്മുടെ മടിത്തട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ചെറിയ കുട്ടിക്ക് നമ്മുടെ മടിത്തട്ടിലിരിക്കാം, മുതിർന്ന ആൾക്ക് നമ്മുടെ മടിത്തട്ടിലിരിക്കാം, ആർക്കും വേണമെങ്കിൽ നമ്മുടെ മടിത്തട്ടിലിരിക്കാം. പക്ഷേങ്കിൽ നമുക്ക് നമ്മുടെ മടിത്തട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വേറെ ആളുടെ മടിത്തട്ടിൽ പോയിട്ട് നമുക്ക് ഇരിക്കാം, പക്ഷേ നമ്മൾ ഇരിക്കുന്ന ആൾക്ക് അയാളുടെ മടിത്തട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉത്തരം മടിത്തട്ടാണ്. നമ്മുടെ മടിത്തട്ടാണ് ഉത്തരം.